കെട്ടുന്ന ആളെ കെട്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെട്ട് കെട്ടുന്നതും നമ്മൾ ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ ഇഷ്ടപ്പെട്ട് കെട്ടിയിട്ട് പിന്നീട് കഷ്ടപ്പെടുന്നവരല്ലേ? ഉണ്ട്. ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ കല്യാണം എന്ന് പറയുന്ന ഒരു പുകയാണ്. അപ്പൊ ലിവിംഗ് ടുഗദർ ആണെങ്കിൽ ഓക്കെയാണ്. അതാണെങ്കിൽ ഓക്കെയാണ്. ആണ്. പാരന്റ്സിനോട് ഇതിനെ പറ്റി സംസാരിച്ചോ? എന്നെ സംസാരിച്ചിട്ടില്ല. ഫാമിലിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അയ്യോ വേണോ ആക്ടിങ്ങോ ആ ഒരു രീതിയിലായിരുന്നു. എൻ്റെ അടുത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, ജോബ് റിസൈൻ ചെയ്യരുത്, നീ ചെയ്തു. ഏത് ഡേറ്റ് വേണ്ട? കോഫി ഡേറ്റ് വേണോ, മൂവി ഡേറ്റ് വേണോ, ഡിന്നർ വേണോ, ഏതാ വേണ്ട? ഐസ്ക്രീം ആണ്. അതാണ് എനിക്ക് പൈങ്കിളി സെറ്റപ്പ്. അതായത് ഐസ്ക്രീം തീരെ പൈങ്കിളിയല്ലോ. ഹായ് മാലി, കൃഷ്ണ, ഞാനത് ചൊല്ലിതാണ്. വേണ്ട, ഓർഡർ കണ്ടപടി തന്മാത്ര, കമലതളം, മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, പിന്നെ ഇല്ല പോയി. ഞാൻ പറഞ്ഞിരകളാടും പൊട്ടുന്നില്ലേ, കത്ത് പോരാട്ടോ. ഇത് കനത്തിൽ പാടി പൊട്ടും. ഇതുപോലെ തേങ്ങ പൊട്ടിച്ചെന്ന് വെള്ളം സ്വയം കുടിക്കാതെ ഷെയർ ചെയ്യുന്ന ഒരു പാർട്ണറെയാണോ അങ്കിത ആഗ്രഹിക്കുന്നത്? കയ്യിലിരിക്കുന്ന ഈ നാളികേരത്തില് പാതി തേങ്ങാ പൊടിയിലുള്ള തേങ്ങാ വെള്ളം ഞാൻ നിമിഷിക്ക് ഈ പരിപാടി ഒന്നും പറ്റില്ല. കടിച്ചോ കടിച്ചോ കടിച്ചോ, ഒറ്റ അടിച്ചോ, വേറെ രക്ഷയില്ല. പെട്ടെന്ന് ആയിക്കോട്ടെ. ഇത് കടി ആയിട്ടില്ല ശരിക്കും. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. Hey everyone, welcome to Milestone Makers. And Milestone Makersനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുറച്ചൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. കാരണം പുതിയൊരു സെഗ്മെന്റിന് കൂടി, പുതിയൊരു അധ്യായത്തിന് കൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. സോ അങ്ങനെ ഒരു തുടക്കം കുറിക്കുമ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ കക്ഷി കൂടിയാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നമുക്കൊക്കെ മിനി സ്ക്രീനിലൂടെ, ബിഗ് സ്ക്രീനിലൂടെ ഒക്കെ പ്രിയപ്പെട്ട നമ്മുടെ താരം അങ്കിത വിനോദ്. യെസ്, സോ ನಮಸ್ಕಾರಂ. ಥ್ಯಾಂಕ್ ಯು. ಹೇಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದೆ. ಓ, ನಿಮಗೆ ಕನ್ನಡ ಬರುತ್ತಾ? ಆರಾಮಾಗಿದೆ. ನಿಮ್ಗೆ ಕನ್ನಡ ಗೊತ್ತಾ? ಕನ್ನಡ ಕೊಚ್ಚ ಗೊತ್ತು. ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಗೊತ್ತು. ಕರೆಕ್ಟ್ ಆಗಿ ಬರಲ್ಲ. അതെ. അതെ. കന്നഡയിൽ നിന്നാണ് വരവ് അല്ലേ? സോ കന്നഡയിൽ തന്നെ തുടങ്ങാന്നൊക്കെ വിചാരിച്ചു. കന്നഡയിൽ നിന്ന് വരവെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ 20 years അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ജീവിച്ച അത്രയും കാലം ഞാൻ വീട്ടില് നല്ലൊരു കുട്ടി, പോയി പഠിക്കുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. ഡാൻസ് ഉണ്ടായിരുന്നു. But then maybe it all made so maybe it all just happened for a reason. കാരണം ഞങ്ങൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നതിന് ശേഷമാണ് ലൈക്ക് ആക്ടിങ് ഇസ് ഓൾവേസ് ഇൻസൈഡ് മീ, ലൈക്ക് ഫ്രം ചൈൽഡ്ഹുഡ്. ഞാൻ കുഞ്ഞുനാൾ മുതലേ സ്വപ്നം കാണുന്ന ഒരു ആക്ട്രസ് ആവാൻ ആണ്. ആൻഡ് ബട്ട് ഒബ്വിയസ്ലി മിഡിൽ ക്ലാസ് ഫാമിലി പ്രോബ്ലംസ് നമ്മൾ പോയി പറയില്ലല്ലോ എനിക്ക് അഭിനയിക്കാൻ പോണം. കുഞ്ഞുനാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ ഉണ്ട്. ഒരു രസകരമായ ഒരു സംഭവം. വാട്ട് ഈസ് ദിസ്? പ്രശ്നമല്ല, രസകരമായ സംഭവം. രസകരമായ കണ്ടോ, എന്റെ മലയാളം ഇപ്പഴാണ് ഞാൻ കറക്റ്റ് ആയിട്ട് നല്ല മലയാളമാണ് അല്ലേ? ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ മൂവിയുടെ ട്രെയിലർ ഓഡിയോ ലോഞ്ച് തന്ന് നമ്മുടെ PRO അജയ് തുണ്ടത്തിൽ പുള്ളി പറഞ്ഞു. അതായത് ഫസ്റ്റ് അങ്കിതയുടെ വീഡിയോ എടുത്തപ്പം ഫുള്ള് ഇംഗ്ലീഷിലും മംഗ്ലീഷിലും പറഞ്ഞു. ഇപ്പം മലയാളം പഠിച്ചു. അത് മയമ്മ കാരണമാണ്. അതുപോലത്തെ മലയാളം ഡയലോഗ്സ് ആയിരുന്നു. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. അപ്പം അവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം നമ്മുടെ പഴയ ഒരു നടിയുണ്ടല്ലോ, സുമിത്ര മാമിന്റെ സെക്കൻഡ് ഡോട്ടർ, പുള്ളിക്കാരി എന്റെ സ്കൂളിലായിരുന്നു പഠിച്ചത്. ഞാൻ ഫസ്റ്റിലായിരിക്കുമ്പോ പുള്ളി 10th എന്തോ ആയിരുന്നു. പുള്ളിക്കാരി 10th. അപ്പൊ ഞാൻ ചെന്ന് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇന്ന ആക്ട്രസിന്റെ മോളല്ലേ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കാം. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഫോഴ്സ് ചെയ്തിട്ട് പോയി സംസാരിക്കും. ഫസ്റ്റ് ടു തേർഡ് ആ ഒരു ഗ്യാപ്പാട്ടോ. ഇത്രയും വിവരം ഉണ്ടോന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കാണ്. ഇറ്റ് ഹാപ്പൻസ്. അപ്പൊ ആ ഒരു ടൈമിൽ ഞാൻ ചെന്ന് ചോദിച്ചു, ചേച്ചി എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. പുള്ളിക്കാരി എന്നെ നോക്കിയിട്ട് ആദ്യം പറഞ്ഞത് അവിടെയാണ്. യെസ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ആദ്യം പഠിക്ക്, വലുതാവ്, എന്നിട്ട് നോക്കാം. സീരിയസ്ലി പുള്ളിക്കാരി ഡെഫിനറ്റ്ലി ഷി വോണ്ട് ബി റിമെമ്പറിംഗ് ദിസ്. അതിങ്ങനെ പറഞ്ഞു ഓടിച്ചോട്ടെ, ഞാൻ പോയി. ഇപ്പൊ ആ ചേച്ചി കേൾക്കുന്നുണ്ടെങ്കിൽ വലുതായി സിനിമയിലെത്തി അല്ലേ? സീരിയസ്ലി. പക്ഷെ അതന്ന് സംഭവിച്ചത് എന്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ചിലപ്പോ ഇതിൽ ട്രോൾ വരും, എനിക്ക് അറിയില്ല. ബട്ട് ആക്ട്രസ് ആവണം എന്നുള്ളതായിരുന്നു
ഫ്രം ചൈൽഡ്ഹുഡ് ഞാൻ ഒരു TV പുഴുവാണ്. ആ ഞാൻ ഫുൾ ടൈം TV കുഞ്ഞുനാൾ മുതലേ ഇറ്റ് വാസ് ഇൻസൈഡ് മീ. ആൻഡ് പോളോ കോഹ്ലയുടെ ദി ആൽക്കമിസ്റ്റിലെ ബുക്കിൽ പറയുന്ന പോലെ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ Yes. ലോകം മുഴുവൻ നമുക്കൊപ്പം നിൽക്കും ആ ഒരു എന്നുള്ളത്. അങ്ങനെ അതെ, നിന്നു ഡെഫിനറ്റ്ലി നിന്നു. ഡെഫിനറ്റ്ലി. കാരണം ഇപ്പോഴും ഉം. എനിക്കറിയില്ല ഉം. ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തി. ഇറ്റ്സ് റിയലി മാജിക്കൽ. അൺഎക്സ്പെക്ടഡ് ആണോ അൺഎക്സ്പെക്ടഡ് ആണോ ഈ ഒരു എൻട്രി അല്ലെങ്കിൽ മൂവിയിലോട്ടുള്ള സാധനം? ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ അതെ. അപ്രതീക്ഷിതമായിട്ടായിരിക്കാം അല്ലെ? അതെ, അങ്ങനെയായിരുന്നോ വരവ്? ശരി. ഡെഫിനറ്റ്ലി ആ. 100%. ഉം. ഞാനിവിടെ വന്നു, MBA ചെയ്തു, ഉം. വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. സിനിമ എന്താണെന്ന് ഞാൻ ശരിക്കും അറിഞ്ഞത് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. ഓ. സോ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ആൽബം കവർ, ഷോർട്ട് ഫിലിംസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഉം. പെട്ടെന്ന് ടിക്ടോക്കില് എല്ലാരും അപ്പോ അന്ന് TikTok എല്ലാരും ആണ് main, അതെ ല്ലേ? എല്ലാ മെയിൻ എന്ന് വെച്ചാൽ എല്ലാരും എല്ലാ വീട്ടിലും ഒരു രണ്ടുപേരെങ്കിലും ഉണ്ട് മിനിമം ഉണ്ടാവും. ടിക്ടോക്ക് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഈ റീൽസ് ഡബ് സ്മാഷ് ചെയ്യുന്നത് അത്ര വലിയ താല്പര്യമില്ല, Okay. ഇപ്പോഴും ഇല്ല. ഞാൻ ഇപ്പം ഡാൻസ് ചെയ്തു. ഉം. ഡാൻസ് ചെയ്ത് ഏതോ ഒരെണ്ണം ക്ലിക്കായി. ഉം. ഒരു ഡാൻസ് ഇച്ചിരി വൈറലായി. അപ്പോൾ വൈറലായിട്ട് നമുക്ക് ടിക്ടോക്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലോട്ട് ലിങ്ക് ചെയ്യാൻ ഡയറക്റ്റ് പറ്റും, ലിങ്ക് ചെയ്ത്. മെസ്സേജ് ചെയ്യാനൊക്കെ. യെസ്. അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് സീരിയലിൻ്റെ ഡയറക്ടർ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഇന്ന ഡയറക്ടറാണ്, ഇങ്ങനെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, വരുന്നു. ഓക്കെ, ഞാൻ അച്ഛനും കൂടെ പോയി ചെയ്തു. ഫാമിലിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് അയ്യോ വേണോ ആക്ടിങ്ങോ, ആ ഒരു രീതിയിലായിരുന്നു. എൻ്റെ അടുത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, ജോബ് റിസൈൻ ചെയ്യരുത്, നീ ചെയ്തു. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, Yeah. കട്ട് ചെയ്തോ. യാ, ഓക്കെ. അങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ പോയി ലീവ് എടുത്തിട്ട് ആദ്യത്തെ 2-3 മാസം അഭിനയിച്ചു. ടെലികാസ്റ്റ് കഴിഞ്ഞപ്പം ഇറ്റ്സ് ലൈക്ക് ദേ ആർ വാവ്. അവര് ഇപ്പോഴും ഫ്രം ദെൻ എൻ്റെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടിങ് പില്ലേഴ്സ് എൻ്റെ ഫാമിലി, അച്ഛനും അമ്മയും അനിയത്തിയും തന്നെയാണ്. സോ അവർക്കും ഓക്കെ, ഹാപ്പി ആയി. കാരണം റിലേറ്റീവ്സും എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് response റെസ്പോൺസ് വരുന്നു. പറയുന്നു. സോ അങ്ങനെയാണ് ആക്ടിങ്ങിലോട്ട് പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തത്. ഓക്കെ, ഐ ക്യാൻ ട്രൈ. ഇവിടെ വരെ ദൈവം എത്തിച്ചു, ഇനി ഞാനായിട്ട് അങ്ങനെ ശ്രമിക്കാം. ചാൻസ് വരുമ്പോ എനിക്കിത് ചെയ്യാൻ പറ്റോ എന്നൊന്നും അപ്പോ അതിനെ കുറിച്ച് ബോധമായിരുന്നില്ല അല്ലെ? ബോധമുണ്ടായിരുന്നില്ല. എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി, ഞാൻ വീണു, അത്രേ അതെ. ഉള്ളൂ. ഇപ്പൊ സ്വാഭാവികമായിട്ട് അൻകിതയെ കുറിച്ച് കൂടുതൽ പറയുന്നത് അൻകിത ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് ഇപ്പൊ മാട്രിമോണിയിൽ പരസ്യമിട്ടിട്ടാന്ന് പറഞ്ഞത്. അത് ഞാനല്ല, എന്റെ അച്ഛനാണ്. സോറി, ഞാനല്ല. ഞാൻ ആ വഴിക്കേ പോയിട്ടില്ല. കെട്ട് പ്രൊഫൈൽ മാറ്റുന്നു, പുതിയ പുതിയ അത് സൈറ്റുകൾ. അച്ഛനും അമ്മയാണ്, അത് അച്ഛനും അമ്മയാണ്. എന്തിനത്ര നിർബന്ധിക്കുന്നത്? അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അല്ല, സി എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്തിനാണ് പറയൂ, കല്യാണം? റോഹൻ ഞാൻ പറയൂ. അങ്ങോട്ട് ചോദിക്കുന്നത്, എനിക്കൊരു നിർബന്ധമില്ല. എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഇല്ലേ? ഇല്ല ഇല്ല, ഒരു കാര്യമില്ല, എന്തിനാണ് വെറുതെ? എപ്പോഴെങ്കിലും തീരുമാനം മാറ്റിയോ? മേ ബി നല്ലൊരു, എല്ലാരും പറഞ്ഞ പോലെ നല്ലൊരാളെ കണ്ടു കിട്ടിയാൽ വേണമെങ്കിൽ മാറ്റാം. സി, എനിക്ക് തോന്നുന്നു ലൈഫ് ഷുഡ് ബിക്കം ഈസി ഒരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരാൾ വരുമ്പോ obviously ശരിക്കും എന്തിനാ ഈ കല്യാണം കഴിക്കണേ എന്നുള്ളത് തീരുമാനം എടുത്തത് ശരിക്കും നല്ല തേപ്പ് കിട്ടിയോണ്ടല്ലേ? തേപ്പ് കിട്ടിയൊക്കെ കുറെ കാര്യം, അതൊക്കെ അതൊരു move on കാരണമുണ്ട്. ആയി. ഈ മറ്റേ വെള്ളം സിനിമയില് ജയസൂര്യയോട് പറഞ്ഞ മുരളി മറ്റേ ഇൻസൾട്ട് ആണ് അല്ലേ ഏറ്റവും കൂടുതൽ പോലെ അങ്കിതയുടെ കാര്യത്തിൽ തേപ്പായിരുന്നു കിട്ടിയ ഏറ്റവും നല്ല ഇൻസ്പിറേഷനും അല്ലെങ്കിൽ Obviously, മോട്ടിവേ yes. അല്ലെ? അവിടെ നിന്ന് കിട്ടിയ ചേഞ്ച് ഭയങ്കര അടിപൊളിയാ. I just went like ആ this. ഞാൻ അഹങ്കാരമല്ല, എന്താ പക്ഷേ ഞാൻ എന്താന്ന് അറിയാൻ പോയി, ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പഠിച്ചു. അതെ, ഈ ഇൻഡിപെൻഡൻസി. മറ്റേത് ഇപ്പോഴും ഇങ്ങനെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്ത് നിന്നിരുന്ന ഒരാളാണ്. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പ്രണയാണെങ്കിലും അതൊന്നുമില്ല. അതെ, എൻ വഴി തനി വഴി അല്ലെ? ഈ വഴി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഇൻഡിപെൻഡൻസ്. എനിക്ക് തോന്നുന്നു കുറെ ആർട്ടിസ്റ്റ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അത് സത്യമുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടി സത്യം പറഞ്ഞാൽ ആണുങ്ങളെക്കാട്ടിലും മേ ബി ബെറ്റർ ആയിട്ട് ചെയ്യാം, അല്ലെ? പ്രൊഫഷണലി ആണെങ്കിലും. അങ്ങനെ ഒരു ടോക്ക് അത് പറയട്ടെ, ഇപ്പൊ എത്രയോ സ്ത്രീകളുണ്ട് ഫാമിലിയും അവരുടെ കരിയറും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 5 മണി കഴിഞ്ഞ് നമ്മൾ ജംഗ്ഷനിൽ എവിടെയെങ്കിലും പോയാൽ തന്നെ കാണാം സ്ത്രീകൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് വീട്ടിലോട്ട്. എത്രയോ പേര് ഉണ്ട് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നവരും അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നവരും ഉണ്ട്. അത് ഭയങ്കര ടാസ്ക് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം, എന്നിട്ട് ജോലിയും നോക്കണം, വീട്ടില് പണികളും ചെയ്തിട്ട് പോകണം. ഞാനത് വിചാരിക്കും, സത്യം പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെടാൻ ഞാൻ എന്റെ മൈൻഡ് ഓക്കെ ആയിട്ടില്ല. അതന്നെ മെയിൻ റീസൺ. തീരുമാനം മാറില്ല, പക്ഷെ എപ്പോഴെങ്കിലും ഒക്കെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ശരിക്കും പക്ഷെ അറേഞ്ച് മാരേജിനേക്കാളും കുറച്ചുകൂടി ഇതൊക്കെ പറയെങ്കിലും അൻകിതയ്ക്ക് ഇഷ്ടം പ്രണയവിവാഹം തന്നെയാണ് അല്ലെ? ആണ്. അങ്ങനെ ഒരാൾ എന്തിനാണ് വെറുതെ മാട്രിമോണി സൈറ്റിൽ കൊണ്ടുപോയി പ്രൊഫൈൽ കിട്ടി പൈസ കളയുന്നത്? അച്ഛനോട് ചോദിക്കട്ടെ? ഞാൻ ചോദിച്ചു. അവസാനം ഈയിടെ കണ്ട് അച്ഛൻ പറഞ്ഞു, വെറുതെ എന്റെ കാശ് പോയി, അവസാനം കല്യാണം കഴിഞ്ഞ് നീ ആ കാശ് എനിക്ക് തിരിച്ചറിയണോന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഈ പ്രൊഫൈലൊക്കെ വരുമ്പോ സംസാരിക്കോ? സംസാരിക്കായിരുന്നു.
എന്താ ഈ സങ്കല്പം സംസാരിക്കും, നടക്കില്ലെങ്കിൽ ഇല്ലെങ്കിലും ഇത്തരത്തിലൊരു ആ, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇഷ്ടം പോലെ വന്നിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലെ? അതെ അതെ. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് സംസാരിക്കുന്ന രീതി എന്താ? ഞാൻ ആദ്യം തന്നെ എനിക്കും കുറെ മെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്, വേണ്ട, അത് മെയിലും മെസ്സേജും ഞാൻ അത് വന്നിട്ടുണ്ട്. വിട്ടേക്ക്, ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ അവസരം തരാം. ഓക്കെ ഞാൻ അങ്ങനെ അൻകിതയുടെ പ്രൊഫൈൽ കണ്ടിട്ട് ആ. മെസ്സേജ് ചെയ്തിട്ട് ഒരാളാണ്. ഓക്കെ ഓക്കെ, സോ അങ്ങനെ ഒരു ഡേറ്റ് തീരുമാനിച്ചു. ഓക്കെ അപ്പൊ അൻകിത സംസാരിക്കാം, പറഞ്ഞു സ്റ്റാർട്ട് എനിക്ക് ചെയ്യൂ. എനിക്ക് ഫോണില് റോഹൻ സംസാരിക്കാൻ താല്പര്യം, എനിക്ക് നേരിട്ട് കാണണം ആ ഓക്കെ. എന്നുള്ളതാണ്. ഓക്കെ, പ്രശ്നമില്ല, കാണാന്ന് പറയണു. ആ. വന്ന് കണ്ടു. ഏത് Okay. ഡേറ്റ് വേണ്ട? കോഫി ഡേറ്റ് വേണോ, മൂവി ഡേറ്റ് വേണോ, ഡിന്നർ വേണോ, ഏതാ വേണ്ടേ? ഐസ്ക്രീം മതി. ഐസ്ക്രീം ആണോ? ശരി, ഐസ്ക്രീം ഐസ്ക്രീം ശരി. അതാണ് എനിക്ക് പൈങ്കിളി സെറ്റപ്പ്, അതായത് ഏയ് ഐസ്ക്രീം തീരെ പൈകിളിയല്ലല്ലോ. ഐസ്ക്രീം തീരെ പൈകിളിയല്ലാത്തോണ്ട് കുഴപ്പമില്ല. പ്രശ്നം പൈങ്കിളല്ല, ഞാൻ ഈ പറയുന്ന പോലെ ലെറ്റ്സ് ഗോ ഫോർ എ കോഫി, ആ ഒരു ക്ലീശേ സാധനങ്ങളൊന്നും വേണ്ട. കോഫിയേക്കാളും 16 മുമ്പുള്ളതാണ് ഐസ്ക്രീം പരിപാടികള്. ആദ്യം ഞാൻ അപ്പൊ ജനിച്ചിട്ടില്ലായിരുന്നു. ആദ്യം തൊട്ട് ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് ഓക്കെ ഐസ്ക്രീം വന്നിരുന്നു. ഓക്കെ, എങ്ങനെ ഡീൽ ചെയ്യാൻ പോകുന്നത്? ഓക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ ഞാൻ ബിസി. മറ്റേ ഇതിലെ പോലെ പറയണം, ഹായ് മാലി, ഐ കൃഷ്ണ, ഞാനത് സൊല്ലിതാനാകും. വേണ്ട, ഓർഡർ കണ്ടപടി ഞാൻ പറയും. എങ്ങനെ പറഞ്ഞാലായിരിക്കും കുറച്ചുകൂടി ഇംപ്രസ്ഡ് ആവാം? ശരിക്കും ഇതുണ്ടല്ലോ, നമ്മളായിട്ടിരിക്കില്ലല്ലോ ശരിക്കും ഡേറ്റിന് പോകുമ്പോ, ഒന്ന് മാറ്റി പിടിക്കില്ലേ? ഇല്ലേ, കുറച്ചൊക്കെ ഒന്ന് ഫേക്ക് ആയിട്ട്. ഇനിയിപ്പോ അപ്പുറത്തെ ആള് ഞാൻ എന്റെ ക്യാരക്ടർ കാണിച്ചാൽ അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് അറേഞ്ച് മാരേജ് പേടി. കാരണം നമുക്കൊരു എന്റെ മൈൻഡിലൊരു ലോജിക് ഇങ്ങനെയാണ്, അറേഞ്ച് മാരേജിന് ഡെഫിനറ്റ്ലി നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അല്ലെ? അതായത് ഗുഡ് സർട്ടിഫിക്കറ്റ്. നമ്മൾ ആളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് നമ്മൾ ഇഷ്ടമായാലേ കല്യാണം നടക്കൂ. സോ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അപ്പം ഗുഡ് ക്വാളിറ്റീസ് മാത്രമല്ലേ കാണിക്കൂ. ഈ പ്രണയത്തിലാണെങ്കിലും ഇഷ്ടപ്പെടുന്നത് ഇത്രയും കുറെ ക്വാളിറ്റീസ് നോക്കിയിട്ട് തന്നെയല്ലേ? അല്ലെങ്കിൽ എടാ നിന്റെ നെഗറ്റീവ് എന്താടാ, എനിക്ക് അതാടാ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടല്ലല്ലോ. ഒരിക്കലും നമുക്ക് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 1 ഇയറിലെങ്കിലും മിനിമം നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. 1 ഇയർലി ഇനി അത് പ്രണയത്തിൽ വന്നു, കല്യാണം കഴിച്ചു, ഇനി ആളുടെ റിയൽ സംഭവം ആണോ പെണ്ണായിക്കോട്ടെ വരുന്നത് ഈ വിവാഹത്തിന് ശേഷമാണെങ്കിലോ, അപ്പൊ ഈ അറേഞ്ച്മെന്റ് ലവ് മാരേജ് നമ്മളെ ഡിഫറൻസ് അങ്ങ് ഇല്ലാതെയില്ലേ? അവിടെയും ഒരു പക്ഷെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഫേക്ക് പ്രൊഫൈൽ കാണിച്ച് മാസ്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴാവാം ഇല്ലേ? അപ്പൊ എന്തിനാ കല്യാണം? അതാണ് മെയിൻ ടെൻഷൻ. സി നമ്മളെല്ലാരും ഇപ്പം ഈ ഒരു പോകുന്ന ഒഴുക്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. എവ്രിബഡി ഈസ് ഡിഫറെന്റ്, എവ്രിബഡി ഈസ് യുണീക്ക്. എല്ലാവർക്കും ചേഞ്ചസ് വരാം, എമോഷണലി ഡിഫറൻസസ് വരും. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് പോകുന്നതാണ് കാര്യം. ഇത്രയും നല്ല ജോബ് ഉണ്ടായിരുന്ന ഒരാളാ, നല്ല സാലറി പാക്കേജ് ഉണ്ടായിരുന്ന ഒരാളാണ്, ലൈഫ് കളറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇഷ്ടമുള്ള സിനിമയിൽ വന്നു, ഒരു സിനിമ കഴിഞ്ഞു, അടുത്ത സിനിമ വരുന്ന ഒരു നിർബന്ധമില്ല. ഞാൻ ഈ സിനിമയിൽ വന്നോണ്ട് വേറെ ഒന്നിലേക്ക് തിരിയാനും പറ്റുന്നില്ല, സീരിയൽ വരെ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന് റിസ്ക് ഇല്ലേ? ലൈഫ് ലോങ് നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ വരുമാനം വേണം. ഈ വരുമാനം വരുന്ന ഇതിന്നാണ്. ഇതിന് റിസ്ക് ഇല്ലേ? റിസ്ക് ഉണ്ട്. പക്ഷേ മറ്റേ ഓം ശാന്തി ഓഷനിയില് വിനയ് പ്രസാദ് മാമിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മൾ കല്യാണം കഴിക്കുന്നത് അറേഞ്ച് മാരേജ്, ലവ് മാരേജ്. കെട്ടുന്ന ആളെ കെട്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെട്ട് കെട്ടുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. ഈ ഇഷ്ടപ്പെട്ട് കെട്ടിയിട്ട് പിന്നീട് കഷ്ടപ്പെടുന്നവരല്ലേ? ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ കല്യാണം എന്ന് പറയുന്ന ഒരു പുകയാണ്. ലൈക്ക് എനിക്ക് സിമ്പിൾ മാരേജ് ആണ് ഇഷ്ടം. കല്യാണം പ്രശ്നമാണ്, സിമ്പിൾ ആണ്, കുഴപ്പമില്ല. ഈ കല്യാണം എന്ന് പറയുന്നത് വെറും പ്രഹസനമാണ്. ഞാൻ ചോദിക്കുന്നത് ആർഭാട കല്യാണങ്ങളെ കുറിച്ചിട്ടും ലളിതമായ കല്യാണങ്ങളെ കുറിച്ചും അല്ല കേട്ടോ. കല്യാണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ സൊസൈറ്റിയെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ലേ. അപ്പൊ ലിവിംഗ് ടുഗദർ ആണെങ്കിൽ ഓക്കെയാണ്? അതാണെങ്കിൽ ഓക്കെയാണ്. ആണ്. പാരന്റ്സിനോട് ഇതിനെ പറ്റി സംസാരിച്ചോ? ഇല്ല, സംസാരിച്ചിട്ടില്ല. ഇനിയാണ് ചോദിക്കുന്നത്, ഞാൻ തന്നെ ചോദിക്കാം. ദാറ്റ്സ് ഡെഫിനറ്റ്ലി ബെറ്റർ. കാരണം നമുക്ക് കമ്മിറ്റ്മെന്റ്സിന്ന് ഒഴിഞ്ഞു മാറി അവൾക്ക് അവളുടെ കാര്യം നോക്കി ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നൊന്നും അല്ല. അപ്പൊ എന്തായാലും വിശേഷങ്ങൾ കയറി നമുക്ക് കുറെ പറയാണ്ട്, പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒരു സെഗ്മെന്റ് ആയിട്ട് പോകാനുള്ള പ്ലാൻ ആണ്. റെഡി? യെസ്. സോ ഇങ്ങനെ കുറെ വിശേഷങ്ങൾ പറഞ്ഞ എന്തായാലും നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പണിയൊക്കെ എടുപ്പിക്കാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആയുധം കയ്യിലുണ്ട്. പിന്നെ ആയുധം തൊട്ടിട്ടില്ല, കറ പുരണ്ടിട്ടില്ല. ഓക്കെ, ഇന്ന് ഐശ്വര്യമായിട്ട് ആയുധം ഏറ്റു വാങ്ങിക്കോളൂ. വീട്ടിലെങ്ങനെ പണിയൊക്കെ എടുക്കാറുണ്ടോ? വല്ലപ്പോഴും ഉണ്ട്. വീട്ടിലെത്താറുണ്ടോ ആദ്യം ഇത്രയും തിരക്കില്? ഞാൻ ആക്ച്വലി അമ്മേനെ വിളിച്ചായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞ കേസ് വീട്ടിൽ വന്നാൽ തന്നെ അവള് ഫുൾ ഉറക്കാണ് മോനെ എന്ന് പറഞ്ഞ്, വീട്ടിൽ പണി എടുക്കാൻ. ശരിയല്ലേ? എനിക്കറിയാം, ചുമ്മാ പറയുന്നതാന്ന് വിചാരിച്ചോ? ഉറക്കം എന്റെ ഒരു വീക്ക്നെസ് ആണ്. എനിക്ക്
ദാറ്റ് ഈസ് ലൈക്ക് മൈ ഹീലിംഗ് പവർ. അതായത് എനിക്ക് എന്ത് സന്തോഷം കൂടി വിഷമങ്ങൾ കൂടിയാലും അത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഐ ജസ്റ്റ് ടേക്ക് മൈ ടൈം ടു സ്ലീപ്പ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഫ്രഷ് ആണ്. ആണ്. പക്ഷെ വീട്ടിൽ വന്ന് അവർക്ക് കാണാൻ പറ്റില്ല ഒരു പരാതി ഉണ്ട് കേട്ടോ അച്ഛനമ്മയ്ക്കും. Okay. യെസ് റെഡി. സോ ദാ നമുക്ക് കയ്യിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പയർ ചിലരൊക്കെ അച്ചിങ്ങ എന്നൊക്കെ പറയും. കുറച്ച് സ്ഥലങ്ങൾ തെക്കൻ സൈഡിലൊക്കെ അല്ലേ പറയും. നമുക്ക് ഇന്ന് പച്ച പയറുണ്ട്. സോ പച്ച ഇത് വാടി. പച്ചപ്പയർ എന്ന് ഉദ്ദേശിക്കുന്നത് പാകമായിട്ടുള്ള മീനിങ്ങിലല്ല. നമ്മൾ ഇതിനെ പച്ചപ്പയറും ഉണക്കപ്പയറും മനസ്സിലാവും. ഉണക്കപ്പയറും അങ്ങനെ പറയാറുണ്ട്. അയ്യാ മധ്യ കേരളത്തിൽ അങ്ങനെ ഉണ്ട്. യെസ്. അപ്പോ ഇതൊരു കറിക്ക് വേണ്ടിയിട്ട് ഇത് അരിയണം. അപ്പൊ അത് കൈ കൊണ്ടുള്ള പണി. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒറ്റ പണിയിൽ ഒതുക്കില്ല. റെഡി. അപ്പൊ ഇത് കൈ കൊണ്ട് അരിയും വേണം. അതിന്റെ ഒപ്പം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ സംസാരിക്കുന്നത് ചുമ്മാ സംസാരിച്ച പോരാ. ലാലേട്ടൻ അഭിനയിച്ച ഒരു 50 സിനിമകൾ ഓർത്ത് പറയും വേണം. 50? ആ ലാലേട്ടൻ 500 സിനിമകൾ പറയാം. ലാലേട്ടൻ 500 പറയാൻ പറ്റില്ല. ലാലേട്ടൻ 400 താഴെ ചെയ്തു. 360 ആയിട്ടുള്ളൂ. അതെ. റെഡി? റെഡി. ദൈവമേ, എടുത്തോളൂ. ചിലതൊക്കെ പഴയതൊക്കെ തെറ്റുമായിരിക്കും. അതൊക്കെ പറയാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്തായാലും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. So your time starts now. തന്മാത്ര, കമലദളം, മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, പിന്നെ ഇല്ല പോയി. ഞാൻ പറഞ്ഞില്ലേ? മുറിഞ്ഞോ? ഇല്ല മുറിഞ്ഞില്ല. നൈസായിട്ട് മുറിഞ്ഞല്ലോ. ഇല്ല പ്രശ്നമില്ല. നൈസായിട്ട്. കത്തി ഉപയോഗിച്ചിട്ട് ശീലമില്ല അല്ലെ? ശീലമുണ്ട്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച വലിയ ടാസ്ക് അല്ല. സിനിമ ഇത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രത്യേകിച്ച് ലാലേട്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓർത്ത് വെക്കുന്ന അല്ലെ? പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ ഇത്രയും പേര് പറയണ്ടേ? കാണിച്ച പ്രശ്നമില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല. എന്താ ഇത് ചെറുതായിട്ട് മുറിയുമ്പോ കരഞ്ഞു തുടങ്ങി ഇവിടെ ഒരാള്? ഇല്ല. കെട്ടണോ? ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും ഇടണോ? ഇല്ല കുഴപ്പമില്ല. സോ തോൽവി സമ്മതിച്ചോ? സമ്മതിച്ചിട്ടൊന്നുമില്ല. കണ്ടോ എല്ലാ ഓൾമോസ്റ്റ് ഈക്വൽ പീസസ്. ഇതിലെ അളവ് ഒരേപോലെ അളവാണെന്നുള്ള എല്ലാ ആവശ്യം. ഇത് തീർക്കലാണ് ആവശ്യം. എപ്പ കഴിച്ചാക്കാനാ? അതൊരു വലിയ ടാസ്ക് അറിയോ? അതെപ്പോഴും എന്റെ അമ്മ പറയും. ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ എന്തുവാടി ഓരോ സൈസ് ഒന്നും മനസ്സിലായില്ലേ? കർമാന്ന് പറഞ്ഞ അമ്മ എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുമ്പോ ശല്യപ്പെടുത്താനായിട്ട് ബുദ്ധിമുട്ട് ഇപ്പൊ കിട്ടിയില്ലേ? സോ ഇതിൽ പരാജയം സമ്മതിച്ചുകൊണ്ടും ഇത്ര അധികം പയർ ബാക്കിയിരിക്കുന്നോണ്ട് കൂടി അടുത്ത ടാസ്ക് വരാൻ പോവാണ്. റെഡി? ഒരു തേങ്ങ കയ്യിൽ വരും. ആ തേങ്ങ പൊട്ടിക്കണം. ആ തേങ്ങ പൊട്ടിക്കുന്നത് ചുമ്മാ അങ്ങ് പൊട്ടിച്ചാ പോരാ, ഒരു പാട്ടും പാടിക്കൊണ്ട് പൊട്ടിക്കണം. റെഡി? ഇതെനിക്ക് അറിഞ്ഞൂടാ. റെഡി? യെസ്. സോ തേങ്ങ ഇവിടെ ഉണ്ട്. തേങ്ങ ചുമ്മാ അങ്ങ് പൊട്ടിച്ചാ പോരാ അല്ലെ? ഈ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോ സാധാരണ രീതിയിൽ കറി വെക്കാൻ തേങ്ങ കിട്ടാനാണെങ്കിലും നമ്മളൊക്കെ അമ്മമാര് പൊട്ടിക്കുമ്പോ ഒരു ആഗ്രഹമുണ്ട് ഇതിലത്തെ വെള്ളം കിട്ടണം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ അങ്കിത പൊട്ടിക്കുമ്പോ അതിൽ കുറച്ച് വെള്ളം കുടിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. വെള്ളം പോരുത്, അത് ഉദ്ദേശിച്ചേ. ദൈവമേ, തേങ്ങ ഉടക്കി സ്വാമി. അമ്മ ഇത് കാണുമ്പോ പറയും. സത്യം പറഞ്ഞാൽ ഇതെന്താന്നറിയോ? ഇത് ഞാൻ അമ്മ എനിക്ക് തന്ന കൊട്ടേഷനിൽ ചെയ്ത എപ്പിസോഡാണ്. അമ്മയ്ക്ക് വേണ്ടി ചെയ്ത എപ്പിസോഡാണ്. അല്ലല്ല, ഇങ്ങനെ വെക്കാം. തിരിച്ച് ഇങ്ങനെ വെക്കാ നല്ലത്. ഇങ്ങനെ പാടിട്ട് ഏത് പാട്ട് പാടും? ഇഷ്ടമുള്ള പാടിക്കോ. പാട്ട് ഒരു പാട്ട് പറ. എത്ര പാട്ട് പാടുന്ന പാട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മള് ചോദിക്കുമ്പോ ഒന്നും കിട്ടില്ലല്ലോ. കന്നഡ പാട്ട് പാടിക്കോ. ഇപ്പൊ ഏത് പാട്ട് പാടും? ഒന്നില്ലെങ്കിലും എന്തായാലും തേങ്ങ കുടിച്ചോണ്ടിരിക്കല്ലേ, ആ ഒരു മലയാളത്തിന്റെ സിനിമയൊക്കെ ഉണ്ടായിക്കോട്ടെ. കേരനിരകളാടും പാടിക്കോ. ചാക്കോച്ചന്റെ അല്ലേ? അതന്നല്ലേ? ഈശ്വര. ഓക്കെ, ആക്ഷൻ പറയൂ. കേരനിരകളാടും. പൊട്ടുന്നില്ല, ഈ കത്ത് പോരാട്ടോ. ഇത് കനത്തിൽ പാടിയ പൊട്ടും. പൊട്ടും. കനത്തില് പാട്ടിന് കനം കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടും. അത് പാടിക്കോ. ഇത് പൊട്ടുന്നില്ല. റോം പൊട്ടിച്ചത് പാടുന്ന അതിന്റെ ഒപ്പം പാടിക്കോളൂ. റോം പൊട്ടിക്കും. പാട് കേക്കട്ടെ. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം. അത്ര സ്ട്രോങ് അല്ല. ബാക്കി പൊട്ടിക്ക്. ഇത് ആക്ച്വലി കണ്ടാ പാട്ട് കനം കൂടിയോണ്ടാ. റെഡി? പക്ഷെ പാട്ട് പാടിയില്ലല്ലോ. ഞാനല്ല പാട്ട് പാടിയേ. പാട്. വെള്ളം ഇവിടെ പോവരുന്ന് പറഞ്ഞിട്ട് വെള്ളം ഇതൊക്കെ പോയി. ഇത് ആക്ച്വലി ഇതൊക്കെ മൊത്തം ഇവിടെ പോവാൻ ചാൻസ് ഉണ്ട്. തുറന്നു കഴിഞ്ഞാലും മൊത്തം പോവും. ഒരു ഗ്ലാസ് കൊണ്ടുവരൂ.
ഇത് ഇങ്ങനെ കുടിക്കുന്നോ? എനിക്ക് വേണ്ട ഡ്രസ്. റോമനെ കുടിച്ചു. റോനല്ലേ ഇത് വേണം എന്ന് പറഞ്ഞത് വെള്ളം. അല്ല എനിക്ക് ശരിക്കും വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇത് ഇങ്ങനെ പോകുന്നുള്ളൂ ഞാനും ഗ്ലാസ് വിചാരിച്ചില്ല. കൊണ്ടു തരൂ. ഇതാ ഇനി ആവശ്യമില്ല, അതിന് മേലുള്ളതൊക്കെ പോയി. എന്നാ എന്തായാലും 20 വർഷം കഴിഞ്ഞിട്ട് കർണാടകയിൽ നിന്ന് കേരളത്തിൽ വന്നതല്ലേ? യെസ്, അങ്ങനെ തന്നെ കുടിച്ചോ. മമ്മി ഒന്നും തല്ലുന്നില്ല. ഇതുപോലെ തേങ്ങ പൊട്ടിച്ചെന്ന് വെള്ളം സ്വയം കുടിക്കാതെ ഷെയർ ചെയ്യുന്ന ഒരു പാർട്ണറെയാണോ അങ്കിത ആഗ്രഹിക്കുന്നത്? വേണ്ട. എന്നാ അതിനേക്കാളും ക്രിഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. പാതിരാത്രി പ്രതീക്ഷിക്കാതെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയിട്ട് റോഡ് സൈഡിൽ നിന്ന് പാനിപ്പൂരി വാങ്ങിയിരുന്ന ഒരാളെയാണ് ഇഷ്ടം. അത് കുഴപ്പമില്ല. അത് ക്രിഞ്ച് അല്ല അല്ലേ? അത് ക്രിഞ്ച് അല്ല, പറ്റില്ല. ആണ്, കുഴപ്പമില്ല. കോഫി ക്രിഞ്ച് ആണ്, ഐസ്ക്രീം ക്രിഞ്ച് അല്ല എന്ന് പറഞ്ഞ പോലെ അല്ലേ? യെസ്, ഞാൻ കുടിക്കണം. എന്നിട്ട് കുടിച്ചിട്ട് അതിനെ പറ്റിയിട്ടൊരു കവിത എനിക്ക് കേൾക്കണം. കവിതയോ? ആ കുടിച്ച ഒരു ഫീൽ എന്താണെന്നുള്ളത്. കുടിച്ചോ. ഈ തേങ്ങ വെള്ളം ഇങ്ങനെ പൊട്ടിച്ച് കുടിക്കാറുണ്ടോ? ഇല്ല, ഇങ്ങനെ കുടിക്കാറില്ല. ഇല്ല. ഗ്ലാസ് ഒഴിച്ച് കുടിക്കും. അടിപൊളി ഫീൽ അല്ലേ? ഗ്ലാസ് ഒഴിച്ച് കുടിക്കുന്നതല്ല. ഏത് തേങ്ങ? വേണ്ട, കുടിച്ചോ. എന്റെ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ബാക്കിയുടെ നല്ല സാഹിത്യത്തിൽ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം. എനിക്ക് കുറച്ച് ഇംപ്രസ്ഡ് ആവണം ഞാൻ ഓൾറെഡി. എന്റെ കൈകളിലിരിക്കുന്ന ഇളനീർ തേങ്ങ 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 തേങ്ങാ കുലയിലാടുന്നു. യെസ്, ഒന്നുകൂടെ എനിക്ക് ആ ഫീല് കിട്ടണം. എനിക്ക് ഫേസിലും വാക്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. എന്റെ ഏറ്റവും വലിയ പ്രശ്നം മലയാളം വാക്കുകൾ. പക്ഷെ നല്ലതാണ്, നന്നായി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, എന്ത് പറയാ, എന്തെല്ലാം ഐഡിയ പറഞ്ഞു. എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഉള്ളിന്ന് വന്നോട്ടെ. ഉള്ളിന്ന് വരട്ടെ. ഈശ്വര, ഇത് കരിക്കല്ലല്ലോ, ഇത് തേങ്ങയല്ലേ? ഇത് തേങ്ങയാണ്, പക്ഷെ നമുക്ക് ഇതൊന്ന് തേങ്ങ ഡേറ്റ് ആക്കാം, കരിക്ക് ഡേറ്റ് ആക്കാം. ഓക്കെ. എന്റെ കയ്യിലിരിക്കുന്ന ഈ നാളികേരത്തിലെ പാതി തേങ്ങാമുറിയിലുള്ള തേങ്ങാ വെള്ളം ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഓ മൈ ഗോഡ്. സോ അൻകിതയുടെ ലൈഫ് ആക്ച്വലി നമ്മൾ 2 പാർട്ടായിട്ട് പറയും. ആ 2 പാർട്ടിലെ ഒന്ന് ഈ തേങ്ങാമുറിയാണ്. സോ ആ ഒരു തേങ്ങാമുറി എനിക്ക് തന്നതിൽ ഒത്തിരി സന്തോഷം. സോ യാ, എടുത്തോളൂ, കുടിച്ചോളൂ. ഇത് തീരെ പൈകിളിയല്ല അല്ലേ? അതെ, പക്ഷെ ഇന്ന് മുതല് മലയാളത്തില് കേരളത്തില് പുതിയൊരു ഡേറ്റ് കൂടി വരികയാണ്, തേങ്ങാ ഡേറ്റ്. ഇനി മുതൽ കോഫി ഐസ്ക്രീം മൂവി ഡേറ്റ് ഒന്നല്ല, തേങ്ങാ ഡേറ്റ് എന്ന് അറിയപ്പെടും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. അതായത് എന്താ പറയാ, പറഞ്ഞു വെച്ചിട്ട് കൂടിയപ്പോ കെട്ടുന്ന ആൾക്ക് എത്ര ആരോഗ്യം ഉണ്ടെന്ന് നിങ്ങൾ അറിയണമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. സീരിയസ്, നന്നായി കഴിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിരിക്കണോ? യെസ്. അപ്പൊ തേങ്ങ വെള്ളം കുടിച്ചിട്ട് ഭയങ്കര റിഫ്രഷ് ആയല്ലോ അല്ലെ? അപ്പൊ എന്തായാലും അങ്ങനെ ഇരിക്കുന്നോണ്ട് തന്നെ അടുത്തൊരു സംഭവം തരാൻ പോവാണ്. റെഡി? ക്രോപ്പറ്റൊക്കെ മാറ്റൂ, അടുത്ത് കൊണ്ടുവരൂ. സോ പയർ വന്നു, തേങ്ങ വന്നു, വെള്ളം കുടിച്ചു. തീർച്ചയായിട്ടും നമ്മളിപ്പോഴും ഈ കേരളത്തിന്റെ ഭൂപടം കുറിച്ച് പറയുമ്പോ കേരളം ഇതുപോലെയാണെന്ന് പറയാറുണ്ട്. എന്തുപോലെയാ? ആണോ? യെസ്. അപ്പൊ പാവയ്ക്ക് എന്തായാലും വേണ്ടേ? ഇത് കഴിക്കാൻ മാത്രം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കഴിക്കണ്ട. ഓക്കെ. അപ്പൊ 2 കയ്യില് പാവയ്ക്ക് ഉണ്ട്. ഇത് കഴിക്കാൻ മാത്രം പറയരുത്. കഴിക്കണം എന്നാണ് ആഗ്രഹം എന്ന് എനിക്കറിയാം, പക്ഷെ കഴിക്കാനുള്ള അവസരം ഞാൻ തരാം. എപ്പോന്നറിയോ? നമുക്ക് ഇനി 2 പേരും ഇനി പാ വെച്ചിട്ട് പാടണം. പാ വെച്ചിട്ട് തെറ്റിയാലോ നിന്നാലോ അപ്പൊ പാവയ്ക്ക് കഴിക്കണം. റെഡി? പാ വെച്ചിട്ടുള്ള പാട്ടല്ലേ? വരികൾ കറക്റ്റ് വരണം, ഉള്ള പാട്ട് തന്നെ വേണം. നിമിഷകവി ആവാൻ പാടില്ല. റെഡി? പച്ചപ്പനന്തത്തെ പുന്നാരപ്പൂത്തെ പുന്നില്ലിൻ പൂങ്കതിരേ നീ ഒന്നുവാ പൊന്നഴകേ. പിന്നെയും ആരോഗ്യനാവിന്റെ പടി കടന്നെത്തുന്ന പതനിസ്വൻ.
പിന്നെയും പിന്നെയും ആരോ നിലാവ്. യെസ്. പച്ചമാങ്ങ പച്ചമാങ്ങ. ഇത് പച്ച. ഇത് മാങ്ങയല്ല, പച്ചയാണല്ലോ. yes, നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ, ഈ നാട്ടുമാവിലെ മാങ്ങ. പാതിര പുള്ളുറങ്ങും പരമുള്ളക്കാടുറങ്ങും പാൽമുളം കൂട്ടിലേ. നെക്സ്റ്റ്. പാൽനിലാവിലേതോ പൂവിലോ. വരട്ടെ, കറക്റ്റ് വരണം. നിമിഷകവി പരിപാടി ഒന്നും പറ്റില്ല. കടിച്ചോ കടിച്ചോ കടിച്ചോ, ഒറ്റ ബൈറ്റ് അടിച്ചോ, വേറെ രക്ഷയില്ല. പെട്ടെന്ന് ആയിക്കോട്ടെ. ഇത് കടി ആയിട്ടില്ല ശരിക്കും, ഇത് അറ്റം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് കുറച്ച് ആ ഫീൽ കിട്ടണമെങ്കിൽ കുറച്ച് കഴിക്കണം. എനിക്കാണെങ്കിൽ എങ്ങനെയും തെറ്റിയിട്ട് വേണം ഞാൻ ഒന്ന് കഴിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത്. ഇഷ്ടല്ല ഈ സാധനം, പക്ഷെ നല്ലതാ. പഴനിമലമുരുകനെ പള്ളി വേലായുധ പാറിപ്പറക്കുന്ന പൊന്നയിൽ പാനോ. പാട്ടുണ്ടോ? പഠിക്കോ, പാടിയിലും കടിച്ചോ. പിന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്നു കള്ളം ചൊല്ലാം, കാണാത്ത കഥകൾ രാജാവും റാണിയുമാകാം, ഓടവെള്ളം കൈകളിലേന്തി ഊഞ്ഞാലാടാം. പഠിക്കും. പുലരിക്കുന്ന മുക്കിയതാരാണ്? അവിടെ ഒന്നില്ല, ഇവിടെ ഇവിടെ. യെസ്, നെക്സ്റ്റ്. പൂവാനമേ ഒരു രാഗമേഘം താ. അത്രേ ഉള്ളൂ, പഠിക്കും. പാടം പൂത്ത കാലം പാടാൻ വന്നു നീയും. അത്രേ ഉള്ളൂ. പിന്നെ ഇത് വരിയായി, 2 വരിയായില്ലേ? പഠിക്കേ. പുലരികളോ സന്ധ്യകളോ ഇത് അരകടി അടിച്ചോ. ഒരു വരിയുള്ളൂ, കുറച്ച് കടിച്ചു, ചെറുത് കടിച്ചോ. ഫുള്ളുടായ്പാണ്. ആ പഞ്ചായത്തിലെ അടുത്തത് ഒരു മഴമുത്തും എൻ കാതിൽ ഒരു കിളിനാദം കാതിൽ പതിഞ്ഞുവോ. ഇത് എത്ര, സത്യം പറ, എത്ര പാട്ട് ചുറ്റുള്ളത് കിട്ടി? സത്യം പറ, ആത്മവചനം ചെയ്യരുത്. പാവച്ചിട്ട് പറയുന്നത് എനിക്കൊന്ന് ക്ലിയർ കേൾക്കുന്നില്ല. പാവച്ച് പറയുന്നത് കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, പാവ വെച്ചിട്ട് 5 സിനിമ പേര് പറഞ്ഞു. പവിത്രം, പെട്ടെന്നാണോ? പ്രണയവർണ്ണങ്ങൾ, പച്ചക്കുതിര, പ്രണയം, കഴിഞ്ഞു, സമയം ഞാൻ പറഞ്ഞു. ആലോചിച്ചിട്ടോ. ഓക്കെ, ഇനി ശരിക്കും അത് കഴിക്കണമെന്ന് ആഗ്രഹമില്ലേ? ശരിക്കും പാവ കഴിച്ചിട്ടില്ല. ഇത്രയും ഹെൽത്ത് ആയിട്ടുള്ള സംഭവം വേറില്ല. വൈറ്റമിൻസിന്റെ ഒരു കലവറ തന്നെയാണ് ആക്ച്വലി. സീരിയസ്ലി. യെസ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാ. രാവിലെ കഴിച്ചുള്ളൂ, അതുകൊണ്ട് കൂടാൻ പാടില്ല. നമുക്കിത് കൃത്യമായിട്ട് നമുക്ക് ആദ്യം കഴിച്ചാൽ അമൃതും വിഷം കിട്ടില്ല. അതുപോലെ നമ്മൾ എത്ര നല്ല സാധനങ്ങളും വിറ്റമിൻസ് ആണെങ്കിലും നമ്മൾ പാകത്തിനായിട്ട് നോക്കിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ. പച്ചക്കും കഴിക്കാൻ പറ്റും ഇല്ലേ? എല്ലാരും പറയുന്നത് കഴിച്ചോ. ഇതാണോ എന്റെ അടുത്ത് പറഞ്ഞല്ലോ ചെറിയ കടിയാണെന്ന്? മുക്കാലും പോയി. ഇല്ല, അത്ര ഒന്നും പോയിട്ടില്ല. രണ്ട് ബൈറ്റോടെ കഴിക്കാം. ഓക്കെ, ലാസ്റ്റ് ചലഞ്ച്. പാവക്ക് ഒറ്റ കടി അടിക്കണം, എക്സ്പ്രഷൻ മാറാൻ പാടില്ല. റെഡി? 3, 2, 1 ഗോ. ടച്ച് ചെയ്യ്. ഞാൻ എന്നെ ചിരിപ്പിച്ചതാ. വിഷയമല്ല, അപ്പൊ ഉണ്ട്, സ്കില്ലുണ്ട്. ടെസ്റ്റ് പാസ്സായി. അടുത്ത സിനിമയിൽ ഓക്കെയാ. താങ്ക് യു.